ാണ്. അപ്പൊ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സാമിന് അധിക ദിവസങ്ങളൊന്നും ഇല്ല നമ്മുടെ മുമ്പിൽ അല്ലേ. വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ എക്സാം അടുത്തെത്തി. അപ്പൊ എക്സാമിന് നിങ്ങൾ പലരെയും കൺഫ്യൂഷൻ ആക്കുന്ന, പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് മാഷിദയും വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ചിട്ടും അതുപോലെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തിട്ട് അറിയിക്കുക. ഈ വീഡിയോന് സപ്പോർട്ട് കണ്ടിട്ട് വേണം മാഷ് മനസ്സിലാക്കാൻ എത്രത്തോളം പേർക്ക് വീഡിയോ അത്യാവശ്യമാണ്, ആവശ്യമുണ്ടെന്ന് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഇതേ മാഷ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഒരു ഗാർഡന്റെ ചിത്രമാണ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഗാർഡന്റെ ചിത്രമാണ്. ഈ ഗാർഡന്റെ ഉള്ളിൽ ഞാൻ ജമന്തി നട്ട സ്ഥലമുണ്ട്, ജാസ്മിൻ നട്ട സ്ഥലമുണ്ട്, ചെത്തി നട്ട സ്ഥലമുണ്ട്, റോസ് നട്ട സ്ഥലമുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ? ഇതിൽ ഓരോന്നിൻ്റെയും ഏരിയ, പരപ്പളവ് ആദ്യം കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെ കാണാം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും അതുപോലെ ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. നീളവും അതുപോലെ വീതിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പരപ്പളവ് കിട്ടും. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ജാസ്മിൻ നട്ട സ്ഥലത്തിൻ്റെ ഏരിയ കണ്ടാലോ. നോക്കേ, ജാസ്മിൻ നട്ട സ്ഥലം എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം, ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലെങ്ത്ത് എന്താണ്? 5 മീറ്റർ ആണ്. ലെങ്ത്ത് 5 മീറ്റർ, 5 മീറ്റർ ആണ് നമ്മുടെ ലെങ്ത്ത്. ഇനി ബ്രെഡ്ത്ത് എന്താണ്? ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ കുത്തിനുള്ള അളവ് നമുക്കറിയാം. ബ്രെഡ്ത്ത് എന്താ തന്നത്? ബ്രെഡ്ത്ത് 10 മീറ്റർ ആണെന്നാണ് ബ്രെഡ്ത്ത് തന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് 10 മീറ്റർ. അപ്പോൾ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ജാസ്മിൻ നട്ട സ്ഥലത്തിന്റെ ഏരിയ എന്താണ്? 5 × 10, 5 × 10 എത്ര കിട്ടും? 50 എന്ന് കിട്ടും. 50 മീറ്റർ സ്ക്വയർ ആണ് ജാസ്മിൻ നട്ട സ്ഥലത്തിന്റെ ഏരിയ. ഏരിയ പറയുമ്പോൾ ഒരു സ്ക്വയർ കൂടെ അധികം ചേർക്കണം നമുക്കറിയാം. അപ്പോൾ ഇത് 5 × 10, അതായത് 50 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ജാസ്മിൻ നട്ട സ്ഥലത്തിന്റെ ഏരിയ. എത്രയാണ്? 50 മീറ്റർ സ്ക്വയർ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടു. ഇനി അടുത്ത് നമ്മൾ എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെത്തി നട്ട സ്ഥലത്തിൻ്റെ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം. ലെങ്ത്ത് എന്താണ്? ഇത് താഴെ 5 മീറ്റർ ആണ്. ഇത് റെക്റ്റാങ്കിൾ അല്ലേ? ഈ റെക്റ്റാങ്കിളിൽ താഴെയുള്ള സൈഡ് 5 മീറ്റർ ആണെങ്കിൽ മുകൾ ഭാഗം എന്തായിരിക്കും? അതേ നീളം തന്നെ, മുകൾ ഭാഗം 5 മീറ്റർ ആയിരിക്കും. ഇത് തന്നെയല്ലേ നമ്മൾ ചെത്തി നട്ട സ്ഥലത്തിൻ്റെ ലെങ്ത്തും ചെത്തി നട്ട സ്ഥലത്തിൻ്റെ നീളവും. പക്ഷെ എന്ത് തന്നിട്ടില്ല? ചെത്തി നട്ട സ്ഥലത്തിൻ്റെ വീതി, ബ്രെഡ്ത്ത് തന്നിട്ടില്ല. അത് നമ്മൾ കാണണം. എങ്ങനെ കാണാം? ഇത് ലെങ്ത്ത് 5 ആണ്, ബ്രെഡ്ത്ത് തന്നിട്ടില്ല. പക്ഷെ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയ അവിടെ തന്നിട്ടുണ്ട്. ഏരിയ എന്താണ്? 30 സ്ക്വയർ മീറ്റർ. 30 സ്ക്വയർ മീറ്റർ ആണ് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്താണ്? 30 സ്ക്വയർ മീറ്റർ, അതായത് 30 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ലെങ്ത്ത് എന്താ നമുക്കറിയാം. എന്താണ്? ഇതേ നീളം 5 മീറ്റർ ആണ് ലെങ്ത്ത് 5 മീറ്റർ ആണ്. ലെങ്ത്ത് 5 ആണ്. ബ്രെഡ്ത്താണ് തരാത്തത്. പക്ഷെ ലെങ്ത്തിൻ്റെ കൂടെ ബ്രെഡ്ത്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏരിയ കിട്ടാമെന്ന് നമുക്കറിയാം. ബ്രെഡ്ത്താണ് കണ്ടെത്തേണ്ടതും. അപ്പോൾ 5ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 30 കിട്ടുക? ഏരിയ 30 അല്ലേ, ലെങ്ത്ത് 5 അല്ലേ. അപ്പോൾ ബ്രെഡ്ത്ത് എന്താണ്? 5ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 30 കിട്ടുക? 6 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 30 കിട്ടുക. അപ്പോൾ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 6 ആവണം അല്ലേ? കാരണം എന്താ? 5ൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടുക. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏരിയ കിട്ടുക. അപ്പോൾ ലെങ്ത്ത് 5 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്താവണം? 6 ആവണം. 5 × 6 ആണ് 30. അപ്പോൾ ചെത്തി നട്ട സ്ഥലത്തിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു സാധനം കൂടെ നമുക്ക് കാണാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ജമന്തി നട്ട സ്ഥലം നമ്മൾ കണ്ടല്ലോ. ഈ വലിയ സ്ഥലമാണ് നമ്മുടെ ജമന്തി നട്ട സ്ഥലം. ഈ ജമന്തി നട്ട സ്ഥലത്തിന് ചുറ്റും മാഷിന് വേലി കെട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര മീറ്റർ വേലി മാഷ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ് ഇപ്രാവശ്യം? എന്താണ്? ഇതിന് ചുറ്റും നമ്മൾ വേലി കെട്ടാൻ വേണ്ടി പോവാണ്. അങ്ങനെയെങ്കിൽ എത്ര മീറ്റർ വേലി കൊണ്ടുവരണമെന്ന് നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കാണാം? ചുറ്റും വേലി കെട്ടുകയാണെങ്കിൽ വേലി എത്ര മീറ്റർ ആയിരിക്കും എക്സാമിന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം കാണുക? ഇതിൻ്റെ ഏരിയ കണ്ടാലാണ് ഉത്തരം കിട്ടുക? അല്ല, ഇതിൻ്റെ പെരിമീറ്റർ കണ്ടാലാണ് എന്ത് ചുറ്റും എത്ര മീറ്റർ വേലി കെട്ടണം എന്നുള്ള സംഭവം കിട്ടുക. എന്താണ് പെരിമീറ്റർ? എല്ലാ സൈഡിൻ്റെയും നീളങ്ങൾ കൂട്ടിയതാണ് പെരിമീറ്റർ. ഇതിന് ചുറ്റുമല്ലേ നമ്മൾ വേലി കെട്ടുന്നത്. അപ്പോൾ ചുറ്റുമുള്ള അളവല്ലേ നമ്മൾ കാണേണ്ടത് അല്ലേ? പെരിമീറ്ററിൽ നമ്മൾ കാണേണ്ടത് ചുറ്റളവ്, പെരിമീറ്റർ അല്ലേ? അപ്പോൾ ഇതിന് പെരിമീറ്റർ എന്താ? 20
ഈ സൈഡിൻ്റെ നീളം എന്താണ്? ഇവിടെ നോക്കണേ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അതിൽ ഇത് മുതൽ ഇതുവരെയുള്ള നീളം കണ്ടല്ലോ, എത്ര തന്നത്? 10 മീറ്ററാണ് തന്നത്. അതേ നീളം തന്നെയല്ല ഇവിടെ ഉള്ളത്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ? അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 10 മീറ്റർ ആയിരിക്കും. ഇതെന്താണ്? നമ്മുടെ ജമന്തി നട്ട സ്ഥലത്തിൻ്റെ ബ്രെഡ്ത്താണ്. എന്താണ്? 10 മീറ്റർ. അപ്പോൾ ഇവിടെ 20, ഇവിടെ 10. അങ്ങനെ മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ആണ്, ഓപ്പോസിറ്റ് ഈക്വലാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 20 മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 10 മീറ്റർ ആയിരിക്കും. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ഈക്വൽ ആണ്. ഇതേ നീളം തന്നെയാണ് ഇവിടെയുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ജമന്തി നട്ടസ്ഥലത്തിൻ്റെ പെരിമീറ്റർ എന്താണ്? 20 + 10 + 20 + 10 എത്ര കിട്ടും? 60 മീറ്ററിന് കിട്ടും. പെരിമീറ്ററിൻ്റെ കൂടെ സ്ക്വയർ വേണോ? വേണ്ട. പെരിമീറ്റർ എന്താ? 60 മീറ്ററാണ് ചുറ്റളവ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിന് ചുറ്റും വേലി കെട്ടുകയാണെങ്കിൽ എത്ര മീറ്റർ വേലി വേണം? 60 മീറ്റർ വേലി വേണം. റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ കാണാൻ നിങ്ങൾക്കറിയാം. എന്താ മതി? എല്ലാ സൈഡിൻ്റെ നീളങ്ങൾ കൂട്ടിയാൽ പെരിമീറ്ററായി അല്ലേ? അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള എളുപ്പ വഴി എന്താ? ഒന്നുകിൽ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കൂട്ടുക, കിട്ടിയ ഉത്തരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ മാഷ് ചോദിക്കട്ടെ. ഇവിടെ ചിത്രം നിങ്ങൾ കണ്ടു അല്ലേ? ഈ ഗാർഡൻ ആകെ എത്ര ഏരിയ ആണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടെത്തുക? ഈ ഗാർഡൻ്റെ ആകെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? ഇത് റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഗാർഡൻ അല്ലേ? അപ്പോൾ ആകെ ഏരിയ, ടോട്ടലായിട്ടുള്ള ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ആകെയുള്ള ലെങ്ത്തും ആകെയുള്ള ബ്രെഡ്ത്തും നോക്കുക. ലെങ്ത്ത് എത്രയാണ്? ഇവിടെ നോക്കണേ, ഇത് മുതൽ ഇതുവരെ 5 മീറ്റർ ആണ് അല്ലേ? അതുപോലെ തന്നെ ഇത് മുതൽ ഇതുവരെ എത്ര മീറ്റർ ആണ്? മുകൾ ഭാഗം തന്നിട്ടുണ്ട്, ഇതേ നീളം തന്നെയാണ്. 20 മീറ്ററിൻ്റെ അതേ നീളം തന്നെയാണ് ഇത് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ 20 മീറ്റർ ആണെങ്കിൽ താഴെ എന്തായിരിക്കും? 20 മീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 5, ഇവിടെ നിന്ന് അങ്ങോട്ട് 20. അപ്പോൾ ആകെ എത്രയാണ് നീളം? നമ്മുടെ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ് ആകെ? 5ഉം 20ഉം കൂട്ടിയത്, 5ഉം 20ഉം കൂട്ടിയത് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 25 മീറ്റർ ആണ് എന്ത്? നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത്ത് കിട്ടി. ഇനി ബ്രെഡ്ത്തും കൂടെ കിട്ടിയാൽ ഏരിയ കാണാൻ വേണ്ടി സിമ്പിളാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ബ്രെഡ്ത്ത് എത്ര മീറ്റർ ആണ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 10 മീറ്റർ ആണ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇത് മുതൽ ഇതുവരെ 6 മീറ്റർ ആണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആകെ ബ്രെഡ്ത്ത് എന്താണ്? 10ഉം 6ഉം കൂട്ടിയത്. 10ഉം 6ഉം കൂട്ടിയാൽ എന്താ? 16 മീറ്റർ ആണ് ആകെ ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഈ ഏരിയ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഏരിയ എന്താണ്? 25 × 16 ആണ് ഇതിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ അതിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവിലും പഠിക്കാം. അപ്പോൾ ആരും ലൈവ് മിസ്സാക്കാതിരിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.